ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എയർഫോഴ്സ് ക്യാൻറ്റീനിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുമായിരുന്നേ. അപ്പോൾ ഞാൻ സുട്ടുമാണ് പോകുന്നത്, അമ്മയുമാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ കാറ് വന്നിട്ടുണ്ടായിരുന്നതാണ്, നമ്മുടെ കാറ് കേട്ടോ. ഇതാണ് നമ്മുടെ കാറ്. അങ്ങനെ നമ്മൾ കാറിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിച്ചു കൊടുത്ത കീച്ചേനാണ് കേട്ടോ, കല്യാണത്തിന് മുന്നേ. അത് വണ്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. കുഞ്ഞിനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കിൽ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അവ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലിരുത്തത്തേ ഇല്ല, കാരണം അവ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. ഉണർന്നിരിക്കുമ്പോൾ ഞാൻ അവനെ എടുത്ത് ഫ്രണ്ടിലിരുത്താറുണ്ട്. കാരണം അവന് കാഴ്ചകളൊക്കെ കാണാനും ഞാൻ ഓരോന്ന് കാണിച്ചൊക്കെ കൊടുക്കും. പാട്ടൊക്കെ കേട്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത്. ഇതാണ് കേട്ടോ ആക്കിളും കായലും കഴിഞ്ഞ് ലുലുമാളും കഴിഞ്ഞ് കിംസ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി കിംസിലെ നേഴ്സാണ്. അപ്പോൾ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എടുത്തിട്ടില്ലായിരുന്നു. ചേച്ചി കേസിന് കയറിയിട്ടുണ്ടായിരുന്നു. കിംസ് എത്താറായപ്പോഴും നമ്മൾ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എടുത്തില്ല. ചേച്ചി കേസിന് കയറി. അപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ച് വരുമ്പോൾ ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയി. കാരണം ഇപ്പോൾ ഒരു 10-10:30 ആയതേ ഉള്ളൂ, 10:45 ഉള്ളൂ നമ്മൾ പോയപ്പോൾ. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വരുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് സൗത്തേൺ എയർ കമാൻഡ് ആക്കുളം. അപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ എയർഫോഴ്സിലാണ് കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാർഡ് ഹോൾഡേഴ്സ് അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എയർഫോഴ്സ് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം, ആക്കുളം ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും വണ്ടി പാർക്കിങ്ങിനായിട്ട് ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറി. അമ്മേനെ നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ നമ്മൾ അകത്തോട്ട് കൊണ്ട് കയറിയില്ല കേട്ടോ. നമ്മൾ കുഞ്ഞിനെ അമ്മേനെ ഏൽപ്പിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് അകത്തോട്ട് കയറിയത്. ഞാൻ ചെന്ന ഉടനെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. കുഞ്ഞിനുള്ള ഡൈപ്പേഴ്സ് അടിക്കാനാണ് മെയിനായിട്ട് നമ്മൾ വന്നത് തന്നെ. അപ്പോഴത്തേക്കും ഞാൻ 2 ഡൈപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പേഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, വൈപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു, മഗ് എടുത്തിട്ടുണ്ടായിരുന്നു, കാർ ഫ്രഷ്നർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അമ്മ കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് ഉണർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ യാത്രകൾ പോകണം അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന് 6 മാസം വരെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമേ അവനെ വെളിയിറക്കാറുള്ളൂ. അല്ലാതെ ഫാമിലി ഫങ്ഷനോ എങ്ങും കൊണ്ടുപോയിട്ടില്ല അവനെ. അപ്പം ഇവനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടി കളിച്ചെടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ കുറച്ച് നേരം ഇങ്ങനെ ഉരുട്ടി നോക്കിക്കൊണ്ടായിരുന്നു. അവൻ നല്ല ഇഷ്ടമായി. ഇവന് ഭയങ്കര ഹാപ്പിയുള്ളൊരു മോനാണ്. ഇപ്പം എപ്പോഴും എല്ലാമൊക്കെ നോക്കി ഭയങ്കര ഹാപ്പിയായിട്ട് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാനും ഇതൊക്കെ. ഇവനെ കെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ചുറ്റും കൂടെ അവിടെ അടുത്തൊരു കസാരയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ചേട്ടനും സാധനങ്ങളെല്ലാം കൂടി ഒരു സഞ്ചിയിലോട്ട് മാറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ സുട്ടൂരെ നോക്കി പാട്ടും പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആര് പറഞ്ഞു മിയാവു അവൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. അങ്ങനെ അവൻ അത് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം തന്നെ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഇത് പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സാധനങ്ങളെല്ലാം സഞ്ചിയിലോട്ടാക്കിയിട്ട് ഞാനും കുഞ്ഞും അമ്മയും കൂടെ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ചേട്ടൻ കാർ എടുക്കാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. സുട്ടുവിനെയും ഞാനുമായിട്ടുള്ള ഫോട്ടോ ആയാലും അമ്മയൊക്കെ ഉള്ള ഫോട്ടോ ആയാലും അമ്മയ്ക്ക് ഞാൻ ക്യാമറ കാണുമ്പോഴേ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മുഖം മാറ്റും കേട്ടോ. അങ്ങനെ ചേട്ടൻ കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സുട്ടു കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോഴത്തേക്കും അടുത്തത് ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. എയർഫോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴും ചേച്ചി ഫോണ് എടുക്കണില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭക്ഷണം അമ്മ ആഗ്രഹിച്ച് ഒരു സാധനം ഉണ്ടായിക്കൊണ്ട് വന്നതാണ് ചേച്ചിക്ക്. അപ്പോൾ അത് കൊടുക്കാതായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ചുട്ടും കാഴ്ചകളൊക്കെ കണ്ടൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു. അപ്പം ബാക്കിൽ അമ്മ തകർത്ത് ഫോൺ വിളിക്കുന്നു ചേച്ചീനെ. അപ്പോൾ ചേച്ചി എടുക്കുന്നില്ല. പിന്നെ ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇപ്പോൾ ഭക്ഷണം വേണ്ട, കേസിന് കയറാൻ പോകുന്നു, ഇറങ്ങി വരാൻ പറ്റത്തില്ല, ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു, കൊണ്ടുവരണ്ട, നിങ്ങൾ തിരിച്ചുകൊണ്ട് പൊക്കുമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം, അകത്ത് കൊണ്ട് മുകളിൽ കൊണ്ട് തരാം എന്ന് പറഞ്ഞ്. അപ്പം ചേച്ചി പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇറങ്ങി ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. എനിക്ക് അത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം കൊണ്ടുവന്നിട്ട്
കൊടുക്കാതെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഭയങ്കര വിഷമമായി പോയേനെ. അങ്ങനെ നമ്മളത് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ കൊടുത്ത് നമ്മൾ വീടെത്തി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. അമ്മ അതാ ബാക്കിൽ അങ്ങനെ സമാധാനം ചിരിക്കുമായിരുന്നു ഫോണും നോക്കിയിട്ട്. നമ്മളെ വീടെത്താറായിട്ടോ, കഴക്കൂട്ടെത്തി. അങ്ങനെ നമ്മൾ വീടെത്താറായി. നമ്മൾ 2 ഡൈപ്പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നു, പാഡ്, തുണിയിൽ കുത്തുന്ന ഇത്, ക്ലിപ്പ്, 2 സെറ്റ് സോപ്പ്, 3 മോർട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു, 4 ഓട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ടാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പേഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 സെർലാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വൈപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പാത്രം കഴിയുന്ന സ്ക്രബ്ബർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലിപ്സ്റ്റിക്കാണ് കേട്ടോ നമ്മൾ